ഇന്ത്യക്കെതിരെ പുതിയൊരു സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ അയൽക്കാർ. അതിർത്തിയിലെ വെടിയുണ്ടകൾക്ക് പകരം ഇപ്പോൾ അവരുടെ പ്രധാന ആയുധം വെള്ളമാണ്. അതെ, സിന്ധു നദിയുടെ പേരിൽ പാകിസ്ഥാൻ പയറ്റിയ അതേ തന്ത്രം ഇപ്പോൾ ഗംഗയുടെയും തീസ്തയുടെയും പേരിൽ ബംഗ്ലാദേശും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇരുവരുടെയും ലക്ഷ്യം വ്യക്തമാണ്. നദീജല തർക്കങ്ങൾ കേവലം അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി ഒതുക്കാതെ അതിനെ അന്താരാഷ്ട്ര വേദികളിലേക്ക് വലിച്ചിഴച്ച് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുക. എന്താണ് ഇന്ത്യയെ ലക്ഷ്യമിട്ട് അണിയറയിൽ ഒരുങ്ങുന്ന ഈ പുതിയ ജല നയതന്ത്ര യുദ്ധം എന്ന് നോക്കാം. 2026 ഡിസംബറിൽ അവസാനിക്കുന്ന ഗംഗാ ജല കരാർ പുതുക്കുമ്പോൾ അതിലൊരു ഗ്യാരണ്ടി ക്ലോസ് നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്നാണ് ബംഗ്ലാദേശ് ജലവിഭവ മന്ത്രി മുഹമ്മദ് ഷാഹിദ് ഉദ്ദീൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കടുത്ത വേനൽക്കാലത്ത് ഫറക്ക ബാരേജിലെ ജലനിരപ്പ് 70,000 ക്യൂസെക്സിൽ താഴെയായാൽ പോലും ബംഗ്ലാദേശിന് മുൻകൂട്ടി നിശ്ചയിച്ച മിനിമം വെള്ളം ലഭിക്കണമെന്ന് ഉറപ്പാക്കുന്നതാണ് ഈ വ്യവസ്ഥ. 1996 ഷെയ്ഖ് ഹസീന സർക്കാർ ഒപ്പുവെച്ച കരാറിൽ നിന്ന് ഈ ക്ലോസ് ഒഴിവാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ആവശ്യം അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറായില്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയെ സമീപിക്കുമെന്ന പരസ്യ ഭീഷണിയാണ് ബംഗ്ലാദേശ് മുഴക്കുന്നത്. ഇവിടെയാണ് പാകിസ്ഥാനുമായുള്ള സമാനതകൾ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 2026 ഏപ്രിലിൽ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നേരെ പോയത് UN സുരക്ഷാ സമിതിയിലേക്കാണ്. അവിടെ നിന്നും അവർക്ക് കാര്യമായ പിന്തുണ ലഭിച്ചില്ലെങ്കിലും ഇന്ത്യക്കെതിരെ ഒരു അന്താരാഷ്ട്ര വികാരം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു അത്. കൃത്യം അതേ പാതയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശും. 2025 ജൂണിൽ UNECE വാട്ടർ കൺവെൻഷനിൽ ബംഗ്ലാദേശ് ഒപ്പുവെച്ചിരുന്നു. ഇന്ത്യ ഈ കൺവെൻഷനിൽ അംഗമല്ലെങ്കിലും തങ്ങളുടെ അടിസ്ഥാനരഹിതമായ ആവശ്യങ്ങൾക്ക് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പിൻബലം നൽകാനാണ് അവർ ഇപ്പോൾ ഈ കാർഡിറക്കി കളിക്കുന്നത്. തീസ്ത പ്രൊജക്ട് ഫയലും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ വേഗത്തിൽ പരിശോധിച്ചു വരികയാണ്. സ്വന്തം രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും സാമ്പത്തിക തകർച്ചയും മറച്ചുവെക്കാൻ പാകിസ്ഥാൻ കാലങ്ങളായി പ്രയോഗിക്കുന്ന അതേ ഇന്ത്യ വിരുദ്ധ വികാരം അത് തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശും പയറ്റുന്നത്. 2 വ്യത്യസ്ത അതിർത്തികളിൽ 2 വ്യത്യസ്ത നദികളുടെ പേരിൽ ഒരേ സമയം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഈ നീക്കം യാദൃശ്ചികമല്ല. അയൽ രാജ്യങ്ങൾ ചേർന്ന് ഇന്ത്യക്കെതിരെ നടത്തുന്ന ഈ സംയുക്ത നയതന്ത്ര നീക്കത്തെ ശക്തമായി തന്നെ ന്യൂഡൽഹി നേരിടേണ്ടതുണ്ട്.